ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഡിന്നറിന് പറ്റിയൊരു സാധനം, നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ നൂഡിൽസ്, നല്ല മസാല നൂഡിൽസ്. അതിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി പാക്കായതേ 4 പീസുള്ള ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 100 ഗ്രാം വരും, ഇതൊരു 50 ഗ്രാം വരും, ഇതൊരു 100 ഗ്രാം വരും. കുറച്ച് ക്യാബേജ് നല്ല സ്ലൈസായിട്ട് കനം കുറച്ചരിഞ്ഞതേ. ഇതും അതുപോലെ തന്നെ ക്യാരറ്റ്, ഇത് ഒരു വലിയ ക്യാരറ്റേ, ഇത് വലിയൊരു ക്യാപ്സിക്കം അരിച്ചതാണ്. പിന്നെ ഇത് ഒരു 100 ഗ്രാം ചിക്കൻ, ഇതുപോലെ നൂലായിട്ട് കണ്ടിച്ചെടുത്തേ. നമ്മൾ ഈ ചിക്കൻ മേടിക്കത്തില്ലേ കറി വെക്കാനൊക്കെ, അതിൽ നിന്ന് എടുത്തും അതിൻ്റെ എല്ലില്ലാത്ത ബോൺലെസ്, ആ എല്ലില്ലാത്ത ഭാഗങ്ങളെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമേ സ്റ്റൗ കത്തിക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഇത് പോട്ടെ. നമ്മുടെ പാത്രം ചൂടായി. ഇനി ഇതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. പിന്നെ നമുക്ക് റിഫൈൻഡ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കല്ലേ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഇതിനകത്ത് ചിക്കനില്ലേ, അതിനകത്ത് ഈ ചിക്കൻ ഇട്ട് കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ ഈ എണ്ണയിലോട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കേ. അത് നല്ല കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനല്ലേ, പെട്ടെന്ന് വെന്തോളൂ. പച്ചക്കറി ഇടുന്നതിന് മുമ്പേ ഇരുത്താൽ മതി. ആദ്യം വെള്ളം ഒന്നും ഒഴിക്കല്. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ കിടക്കട്ടെ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഇത് അടയ്ക്കൊന്നും വേണ്ട. ആദ്യം നമ്മുടെ ചിക്കനിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങും, സാരമില്ല, നമുക്ക് വെന്തോളെ. അങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ അടുപ്പ് കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. മതി, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ വെള്ളം തിളച്ചേ, നൂഡിൽസിൻ്റെ ഇടാനുള്ള വെള്ളം തിളച്ച് അതിനകത്ത് ഞാൻ 2 സാഷേ, ഇതിനകത്ത് ഈ പാക്കറ്റ് ഫാമിലി പാക്കിനകത്ത് 4 സാഷേ കാണേ, പക്ഷെ ഞാൻ 2 ഇത് കൊടുക്കുന്നുള്ളൂ മസാല. ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഇടയ്ക്ക് തീ കുറച്ചിട്ടേക്ക് ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ഈ മസാല ഈ നൂഡിൽസില്ലേ ഇട്ട് കൊടുക്കാം. ഇത് വേകുമ്പോൾ ഒന്ന് റെഡി ആയിക്കോളേ.
നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ കുറച്ചിട്ടുണ്ടേ, ചെറിയ തീയിൽ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാം റെഡിയായി വരുന്നുണ്ട്. ചിക്കൻ വെന്തു കേട്ടോ. ഇനി നമ്മുടെ ഈ ചിക്കനകത്ത് ഒരു ടീസ്പൂൺ സോയാ സോസ്, ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി ഇതിൽ കുറച്ച് ഗാർലിക് പൗഡറേ, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3/4 ടീസ്പൂണോളം ഗാർലിക് പൗഡർ. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നമ്മളിത് ഇടുന്നതിന് മുമ്പില്ലേ കുഞ്ഞായിട്ട് വട്ടത്തി നല്ല പപ്പടം പോലെ അരിഞ്ഞ ഗാർലിക്കില്ലേ ഇതിനകത്തിട്ട് ചിക്കൻ ഇടാൻ നേരത്ത് ഇട്ട് മൂപ്പിച്ചാൽ മതിയേ. തീ കുറച്ചിട്ട് ഞാൻ തീ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ഇനി ഇതിലോട്ട് ഈ അരിഞ്ഞു വച്ചേക്കുന്ന ഈ ക്യാരറ്റ്, ക്യാബേജ്, capsicum ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കേ. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്യാം. അടയ്ക്കൊന്നും വേണ്ട, കവർ ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ ഈ സോസിനൊക്കെ ഉപ്പുണ്ട്, പിന്നെ ഇതിനകത്ത് മസാലയ്ക്ക് ഉപ്പുണ്ട്, നൂഡിൽസിനകത്ത് അതിനകത്ത് ഉപ്പിടണ്ട. ഞാൻ ആദ്യം ശകലം ഉപ്പിട്ട് കൊടുത്ത് ചിക്കനിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി തീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി കെട്ടിയാൽ മതിയേ, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കാര്യം എല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, ക്യാപ്സിക്കം ഒന്നും അധികം വേവണ്ട. ഇതിനകത്ത് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം, ക്യാബേജ് അല്ല ബീൻസ്. എൻ്റെ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇത് ചിക്കന് പകരം മുട്ട ഒന്ന് നല്ല പ്ലെയിനായിട്ട് പൊരിച്ചെടുക്കേ. എന്നിട്ട് അത് ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തി വന്നിട്ട് ഇതുപോലെ സ്ലൈസായിട്ട് വെട്ടിയിട്ട് പച്ചക്കറി ഇട്ടതിന് ശേഷം ഇതൊന്ന് വാടിയതിന് ശേഷം മുട്ട ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ടില്ലേ ആദ്യം ചിക്കൻ ഇട്ടത്. ഇത് ലാസ്റ്റേ മുട്ട ഇടാവുള്ളൂ. മുട്ട ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഈ ഇത് ഇടുന്നതിന് മുമ്പേ പച്ചക്കറി എല്ലാം നല്ല വാടിയതിന് ശേഷം. പിന്നെ കോൺസിലും ചെയ്യാം. അത് ഇപ്പോൾ ഈ ചിക്കൻ ഇട്ട് അടക്കരുത്. കോൺസിന് പിന്നെ ചിക്കൻ്റെ വേവ് പോലും ഇല്ലല്ലോ. എന്ത് കുഴയല്ലേ, ഞാൻ അതുകൊണ്ടാണ് ക്യാമറ ഓഫാക്കാതെ തന്നെ ചെയ്യുന്നത്. ഇത്ര സമയം എടുക്കാവുള്ളൂ ഈ പച്ചക്കറി ഒന്ന് വാടിക്കിട്ടാനായിട്ട്. നമ്മുടെ നൂഡിൽസ് നോക്കാം. നൂഡിൽസ് വെന്തിട്ടുണ്ട്.
ഇതിൻ്റെ ഈ പച്ചക്കറിയുടെ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. സോസൊക്കെ ഇട്ടല്ലേ ഒഴിച്ചല്ലേ, അതിന് ഉപ്പ് കൂടണ്ട. ഒരു ശകലവും കൂടി ഇട്ട് കൊടുക്കേ. മതിയേ, നോക്കിയിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട്, വലിയ പണിയും ഇല്ലല്ലോ. അപ്പോൾ ഈ വെജിറ്റേറിയൻകാർക്ക് ഇതൊന്നും ഇടണ്ട, ഈ പച്ചക്കറി മാത്രം ഇട്ടാൽ മതി. മുട്ടയും വേണ്ട, ഇതൊന്നും വേണ്ട. ചിക്കൻ ഇതെല്ലാം മാറ്റിയിട്ട് ഈ പച്ചക്കറി മാത്രം ഇട്ട് ഇതുപോലെ ഉണ്ടാക്കാം. ഇനി ഇത് ഇത്രയും മതിയേ. ഇനി നമുക്ക് ഈ നൂഡിൽസിൻ്റെ ഗ്യാസ് ഓഫാക്കാം. ഇനി ഈ നൂഡിൽസ് ഇങ്ങോട്ടിടാം. ഇതിൻ്റെ ഗ്യാസ് ഞാൻ തീരെ കുറച്ചേ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല സൂപ്പറല്ലേ? ഓക്കെ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇത് നോൺ സ്റ്റിക്ക് പാനല്ലേ, ഇത് ഇരുമ്പ് പാത്രമാണ്. ഇത് പിന്നെ സ്റ്റീലിട്ട് തട്ടിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതിനകത്തിന് വേറെ പണിയൊന്നുമില്ലേ. തീരെ കുറച്ചിടണം, കാര്യം വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിപ്പോവാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ചിക്കൻ നൂഡിൽസ് റെഡിയായേ. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യാം. നമുക്കിത് ഇങ്ങോട്ട് വെക്കാം. ഞാൻ ഇനി എങ്ങോട്ടും പകരുന്നില്ല, കാര്യം ഇത് മാറ്റാൻ തന്നെ തോന്നുന്നില്ല, അത്രയ്ക്ക് രസമുണ്ട്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പം നൂഡിൽസ് ഞാനുണ്ടാക്കുന്ന രീതിയാണേ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഞാൻ ഇപ്പം രണ്ടാമതാന്ന് പറയുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. നല്ല ടേസ്റ്റുള്ള സംഗതിയാണ്, നല്ല ടേസ്റ്റാണ്. നോക്കിയേ, നൂഡിൽസ് ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചു പോകും, അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സമയം എടുക്കുന്നില്ലല്ലോ, വലിയ സമയമില്ല. ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ സമയമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നൂഡിൽസാണ്. ഓക്കെ.